Hi students, today I am going to explain trigonometric equations. Now consider x plus y equal to 0, 2 minus 3 equal to minus 1, etc. These are all examples of equations. Equation means it's an expression or mathematical statement which contains equal sign. Now consider the equation 2 minus 3 equal to minus 1, 3 plus 4 equal to 7, etc. These equations contains only numbers. So those equations are known as numerical equations. Now consider x plus y equal to 0, x square minus 5x plus 6 equal to 0, etc. That equation contains algebraic variables, that is x, y, etc. Since those equations contains variables, those equations are known as algebraic equations. Now consider sin x minus cos x equal to 0, sin x equal to 1 by 2, etc. Those equations contains trigonometric functions of a variable. Such equations are known as trigonometric equations. So equations involving trigonometric functions of a variable are called trigonometric equations. And values of x satisfying the trigonometric equations are known as solutions. And here we also discuss about how to solve trigonometric equations. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇക്വേഷൻസിൽ എന്തുണ്ടാവും? ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഓഫ് എ വേരിയബിൾ. ഇപ്പോൾ സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, കോട്ട് എക്സ്, അല്ലെങ്കിൽ സൈൻ സ്ക്വയർ എക്സ്, അങ്ങനെയൊക്കെ ആ എക്സ്പ്രഷനിൽ ഉണ്ടാവും. എക്സിൻ്റെ ഏത് വാല്യൂവിനാണോ നമ്മുടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ആ വാല്യൂസിനെയാണ് അതിൻ്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സൈൻ എക്സ് ഈക്വൽ ടു 0. നേരത്തെ നമ്മൾ പഠിച്ചതാണ്. സൈൻ എക്സ് ഈക്വൽ ടു 0 വരുന്നത് ഈ രണ്ട് കേസിലാണല്ലേ. എക്സ് 0 വരുമ്പോൾ, പൈ വരുമ്പോൾ 2π 3π, അതേപോലെ നേരെ റിവേഴ്സ് ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ -π -2π അങ്ങനെ. അപ്പോൾ സൈൻ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു nπ, n ബിലോങ്സ് ടു സെറ്റ്. നേരത്തെ പഠിച്ചതാണിത്. ഓക്കെ, അപ്പോൾ സൈൻ എക്സ് 0 വരുന്ന ഒരുപാട് വാല്യൂസ് ഉണ്ട്. ഏതൊക്കെയാണത്? എക്സ് ഈസ് ഈക്വൽ ടു nπ, n ബിലോങ്സ് ടു സെറ്റ്. അപ്പോൾ ഈ എക്സിന് ഈ വാല്യൂസൊക്കെ കൊടുക്കുമ്പോൾ ഏത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും? സൈൻ എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സൊല്യൂഷൻസ്. എക്സ് ഈസ് ഈക്വൽ ടു nπ, n ബിലോങ്സ് ടു സെറ്റ് ആണ് അതിൻ്റെ സൊല്യൂഷൻസ്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ 0 to 2π എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ വരുന്ന വാല്യൂസിനെയാണ് നമ്മളെന്ത് പറയുന്നത്? പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 0 to 2π, അതായത് സെമി ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 2π വരുന്ന വാല്യൂസിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഇനി ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ വാല്യൂസ് എടുക്കുമോ എല്ലാ വാല്യൂസും, അങ്ങനെ വരുന്ന എല്ലാ വാല്യൂസിനെയുമാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ സൊല്യൂഷൻസ് ഓഫ് എ ട്രിഗണോമെട്രിക് ഇക്വേഷൻ for which 0 less than or equal to x less than 2π are called principal solutions, and the expression involving the integer n which gives all solutions of a trigonometric equation is called general solution. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും. നമ്മളതിനെ ഒരു എക്സ്പ്രഷനാക്കി എഴുതുന്നു ദാറ്റ് കണ്ടെയ്ൻസ് n. അപ്പോൾ സൈൻ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പം എക്സ് ഈസ് ഈക്വൽ ടു nπ എന്ന് പറയുന്നതാണ് അതിൻ്റെ ജനറൽ സൊല്യൂഷൻ. ആൻഡ് അതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ 0ഉം πയും ആയിരിക്കും. ഓക്കെ, അതുപോലെ കോസ് എക്സ് 0 വരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് എന്ത് വാല്യൂ എടുക്കുമ്പോഴാണ്? ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2. ടാൻ എക്സ് എന്ന് പറയുമ്പോൾ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. അപ്പോൾ ടാൻ എക്സ് 0 വരിക എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് 0 വരുന്ന കേസായിരിക്കും. അപ്പോൾ നമുക്ക് ജനറൽ സൊല്യൂഷൻസ് നോക്കാം. സൈൻ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു nπ, n ബിലോങ്സ് ടു സെഡ്. കോസ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 2n + 1 × π/2, n ബിലോങ്സ് ടു സെഡ്. ടാൻ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു nπ, n ബിലോങ്സ് ടു സെഡ്. ഓക്കെ, ഇനി എല്ലാ കേസിലും ഇങ്ങനെ 0 തന്നെ വരണമെന്നൊന്നും ഇല്ലല്ലോ. അല്ലാത്ത കേസ് വരാം. ഇപ്പോൾ സൈൻ എക്സ് ഈക്വൽ ടു 1/2, അല്ലെങ്കിൽ കോസ് എക്സ് ഈസ് ഈക്വൽ ടു √3/2, അതുപോലെ ടാൻ എക്സ് √3 -√3 തുടങ്ങിയ വാല്യൂസൊക്കെ വരുന്ന കേസ്. അപ്പോൾ നമുക്കതിനെ ജനറലൈസ് ചെയ്യാം. സൈൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ വൈ. ഇപ്പം ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൈൻ എക്സ് 1/2 എന്നാണ്, നമുക്കതിനെ സൈൻ π/6 എന്നുള്ള ഫോമിലേക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ വൈ വരികയാണെങ്കിൽ ജനറൽ സൊല്യൂഷൻ നമുക്ക് കിട്ടുക എക്സ് ഈസ് ഈക്വൽ ടു nπ പ്ലസ് -1 റേസ് ടു n × y, n ബിലോങ്സ് ടു സെഡ്.
cos x is equal to cos y യുടെ കേസിൽ x is equal to 2n pi plus or minus y n belongs to z. Tan x is equal to tan y, then x is equal to n pi plus y, n belongs to z. ഓക്കെ, ഇതെങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. For any real numbers x and y, sin x is equal to sin y implies x is equal to n pi plus minus 1 raised to n into y. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് sin x is equal to sin y ആണ്. നമുക്കതിനെ sin x മൈനസ് sin y ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറി? ഏത് ഫോമിൽ വന്നു? sin c മൈനസ് sin d, ലെഫ്റ്റ് സൈഡ്. sin c മൈനസ് sin ഡിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? 2 cos c പ്ലസ് d ബൈ 2 ഇൻറ്റു sin c മൈനസ് d ബൈ 2. അപ്പോൾ 2 cos x പ്ലസ് y ബൈ 2 ഇൻറ്റു sin x മൈനസ് y ബൈ 2 ഈക്വൽ ടു 0. ഈ പ്രോഡക്റ്റ് 0 ആവുക എന്ന് പറഞ്ഞാൽ cos x പ്ലസ് y ബൈ 2 0 ആവാം, ഓർ sin x മൈനസ് y ബൈ 2 0 ആവാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, ജനറൽ സൊല്യൂഷൻ cos x പ്ലസ് y ബൈ 2 0 വരിക എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എന്താണ്? ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 ആണ്, അതായത് 2n പ്ലസ് 1 ഇൻറ്റു പൈ ബൈ 2. അപ്പോൾ നമുക്കിവിടെ കിട്ടുക x പ്ലസ് y ബൈ 2 ഈസ് ഈക്വൽ ടു 2n പ്ലസ് 1 ഇൻറ്റു പൈ ബൈ 2. സൈനിൻ്റെ ജനറൽ കേസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ തീറ്റ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ തീറ്റ ഈസ് ഈക്വൽ ടു n പൈ ആണ്. അപ്പോൾ ഇവിടെ x മൈനസ് y ബൈ 2 ഈസ് ഈക്വൽ ടു n പൈ എന്ന് കിട്ടും. ഈ കേസിൽ നമുക്ക് 2 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 2n പ്ലസ് 1 ഇൻറ്റു വൈ കിട്ടും, അല്ലെങ്കിൽ x ഈസ് ഈക്വൽ ടു 2n പ്ലസ് 1 ഇൻറ്റു പൈ മൈനസ് വൈ. ഇവിടെയാണെങ്കിൽ നമുക്ക് x മൈനസ് വൈ ഈസ് ഈക്വൽ ടു 2n പൈ എന്ന് കിട്ടും, ഓർ x ഈസ് ഈക്വൽ ടു 2n പൈ പ്ലസ് വൈ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, x എന്ന് പറയുന്നത് ഒന്നുകിൽ പൈയുടെ ഈവൺ മൾട്ടിപ്പിൾ പ്ലസ് വൈ വരണം, അല്ലെങ്കിൽ ഓഡ് മൾട്ടിപ്പിൾ ദെൻ ഇൻറ്റു പൈ മൈനസ് വൈ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ അങ്ങനെ ജനറലൈസ് ചെയ്യാം. x ഈസ് ഈക്വൽ ടു n പൈ പ്ലസ് മൈനസ് 1 റേസ് ടു n ഇൻറ്റു വൈ. നോക്കൂ, ഇവിടെ n ഈവൺ വരുന്ന കേസിൽ ഈ മൈനസ് 1 റേസ് ടു n എന്താവും? പോസിറ്റീവ് ആവും അല്ലേ. അപ്പോൾ നമുക്ക് n പൈ പ്ലസ് വൈ എന്ന് കിട്ടും, n ഈവൺ നമ്പർ വരുന്ന കേസ്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി n ഓഡ് നമ്പർ വരുന്ന കേസാണെങ്കിൽ ഈ കേസാണ് വരിക. ഓഡ് നമ്പർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ മൈനസ് 1 റേസ് ടു 3, 5 അങ്ങനെയുള്ള കേസ് വരും. അപ്പോൾ ഈ ടേം എന്തായി പോകും? നെഗറ്റീവ്. സോ മൈനസ് വൈ കിട്ടും. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനെയും ഒരുമിച്ച് ചേർത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. അങ്ങനെയാണ് ഈ ആൻസർ വരുന്നത്. അപ്പോൾ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ വൈ ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു n പൈ പ്ലസ് മൈനസ് 1 റേസ് ടു n ഇൻറ്റു വൈ, വെർ n ബിലോങ്സ് ടു z. n ഈസ് എൻ ഇൻറ്റിജർ. അടുത്തത് നമുക്ക് കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ വരുമ്പോൾ എങ്ങനെയാണ് ഇത് വരുന്നത് നോക്കാം. അപ്പോൾ കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ എന്ന് പറഞ്ഞാൽ കോസ് എക്സ് മൈനസ് കോസ് വൈ ഈക്വൽ ടു 0 വരും. ഇത് കോസ് സി മൈനസ് കോസ് ഡിയുടെ ഫോമാണ് ലെഫ്റ്റ് സൈഡ് വരിക. കോസ് സി മൈനസ് കോസ് ഡി എന്തായിരുന്നു? മൈനസ് 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു സൈൻ സി മൈനസ് ഡി ബൈ 2. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുക മൈനസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 ഈക്വൽ ടു 0. അപ്പോൾ ഇത് രണ്ടിൽ പ്രോഡക്റ്റ് 0 എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 0 ആവാം, ഓർ സൈൻ എക്സ് മൈനസ് വൈ ബൈ 2 ഈക്വൽ ടു 0 ആവാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എക്സ് പ്ലസ് വൈ ബൈ 2 ഈസ് ഈക്വൽ ടു n പൈ, നമ്മൾ നേരത്തെ ജനറൽ സൊല്യൂഷൻ പഠിച്ചിട്ടുണ്ട്, ഓർ എക്സ് മൈനസ് വൈ ബൈ 2 ഈസ് ഈക്വൽ ടു n പൈ. അപ്പോൾ ഇവിടുന്ന് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 2n പൈ, ഓർ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 2n പൈ എന്ന് കിട്ടും. അപ്പോൾ എക്സ് എന്ത് വരും? 2n പൈ മൈനസ് വൈ. ഈ കേസിലാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു 2n പൈ പ്ലസ് വൈ. അപ്പോൾ നമുക്ക് രണ്ടിനും ഒരുമിച്ച് ചേർത്ത് എങ്ങനെ പറയാം? എക്സ് ഈസ് ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് വൈ, വെർ n ബിലോങ്സ് ടു z. ഓക്കെ, നമുക്ക് അടുത്തത് ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ടാൻ വൈ വരുന്ന കേസിൽ ജനറൽ സൊല്യൂഷൻ എക്സ് ഈസ് ഈക്വൽ ടു n പൈ പ്ലസ് വൈ. നമുക്കറിയാം ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. അപ്പോൾ കോസ് 0 വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ എക്സ് ആൻഡ് വൈ ആർ നോട്ട് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2 എന്ന് പറഞ്ഞത്. അതേപോലെ ടാൻ വൈ വരുമ്പോൾ സൈൻ വൈ ബൈ കോസ് വൈ. അപ്പോൾ കോസ് എക്സും കോസ് വൈയും എന്താവാൻ പാടില്ല? 0 വരരുത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ വൈ ബൈ കോസ് വൈ. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ സൈൻ എക്സ് കോസ് വൈ ഈസ് ഈക്വൽ ടു കോസ് എക്സ് സൈൻ വൈ, ഓർ സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ ഈക്വൽ ടു 0. ഇത് ഏതിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ്? സൈൻ എക്സ് മൈനസ് വൈ. സൈൻ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് കോസ് വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ഓക്കെ, അപ്പോൾ സൈൻ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു n പൈ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? n പൈ പ്ലസ് വൈ. അങ്ങനെയാണ് ഈ കണ്ടീഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ഇക്വേഷൻസും നന്നായിട്ട് പഠിക്കണം. അടുത്തത് നോക്കാം നമുക്ക്.
ഫൈൻഡ് ദ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ്. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് ആണ് കാണാൻ പോകുന്നത്. പ്രിൻസിപ്പൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 2π എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഇൻക്ലൂഡിങ് 0 ആണ്, ആ ഇൻ്റർവെല്ലിൽ വരുന്ന വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ sin x ഈസ് ഈക്വൽ ടു √3/2 നമുക്ക് അറിയാവുന്ന ഒരു വാല്യൂ ആണ്. sin x √3/2 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഒരു വാല്യൂ എന്താണ്? sin 60 √3/2 നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, 60 ഡിഗ്രി അല്ലെങ്കിൽ π/3. ഇനി നോക്കൂ, sin x പോസിറ്റീവ് ആണ് അല്ലേ, √3/2 എന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഏതൊക്കെ ക്വാഡ്രൻറ്റിലായിരിക്കും നമ്മുടെ എക്സ് വരിക? ഫസ്റ്റ് ക്വാഡ്രൻറ്റും സെക്കൻഡ് ക്വാഡ്രൻറ്റും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ASTC. അപ്പോൾ സൈന് വരുന്നത്, സൈന് പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മുടെ എക്സ് ലൈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, അതുപോലെ തന്നെ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. നേരത്തെ നമ്മൾ പഠിച്ച ഒരു ഫിഗർ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാൻ ഇവിടെ കൊടുത്തതേ ഉള്ളൂ. ഈ ആംഗിളാണ് നമ്മുടെ എക്സ്. അപ്പോൾ ഈ പിയുടെ കോർഡിനേറ്റ്സ് വരിക cos x sin x ആണ്. അപ്പോൾ ഈ ഹൈറ്റാണ് sin x. നോക്കൂ, സെക്കൻഡ് ക്വാഡ്രൻറ്റിലും പോസിറ്റീവാണ്. അപ്പോൾ ഇതേപോലെ ഇതിനെ ഈ പീനെ മൂവ് ചെയ്ത് ഇവിടെ എത്തിക്കുമ്പോഴത്തേക്കും ഈ ആംഗിൾ എന്തായിരിക്കും? 60 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും വരിക? ഈ ഹൈറ്റ് സെയിമായി കൊണ്ടുവരുന്നതാണ് ചെയ്തത്. പീനെ മൂവ് ചെയ്ത് ഇവിടെ എത്തിച്ചു. അപ്പോൾ ഈ ഹൈറ്റ്, രണ്ട് ഹൈറ്റും സെയിം ആക്കി എടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആംഗിൾ എന്തായിരിക്കും വരിക? 180 മൈനസ് എക്സ്. കാര്യം ഈ ആംഗിൾ എന്താണ്? എക്സ്. അപ്പോൾ ഈ ആംഗിൾ വരിക 180 മൈനസ് എക്സ്. അപ്പോൾ പിയുടെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? cos 180 മൈനസ് എക്സ്, sin 180 മൈനസ് എക്സ്. അപ്പോൾ ഈ കേസിൽ sin എക്സും sin 180 മൈനസ് എക്സും ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നമ്മുടെ എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയായിരിക്കും? π/3. സെക്കൻഡ് ക്വാഡ്രൻറ്റിലെത്തുമ്പോൾ π മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 180 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ π മൈനസ് എക്സ്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ π/3 ആണ്. സോ π മൈനസ് π/3. അപ്പോൾ π/3, 2π/3 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി ഇതും ഒന്ന് പഠിച്ചു വെച്ചാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന എക്യൂട്ട് ആംഗിൾ എക്സ്, സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ π മൈനസ് എക്സ്, തേർഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ π പ്ലസ് എക്സ്, ഫോർത്ത് ക്വാഡ്രൻറ്റിലാണെങ്കിൽ 2π മൈനസ് എക്സ്. ഓക്കെ, ഇനി tan x ഈസ് ഈക്വൽ ടു -1/√3. tan x ഇവിടെ നെഗറ്റീവാണ്. tan x എവിടെയൊക്കെയാണ് നെഗറ്റീവ് വരുന്നത്? സെക്കൻഡ് ക്വാഡ്രൻറ്റിലും ഫോർത്ത് ക്വാഡ്രൻറ്റിലും. അപ്പോൾ നമ്മുടെ എക്സ് എവിടെ വരും? എക്സ് ലൈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രൻറ്റ്, അതുപോലെ ഫോർത്ത് ക്വാഡ്രൻറ്റിൽ. ഈ രണ്ട് കേസിലും നമുക്ക് tan എക്സിൻ്റെ വാല്യൂ എന്ത്? നെഗറ്റീവ് -1/√3 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ 1/√3 tan x ഈസ് ഈക്വൽ ടു 1/√3 എന്ന് പറയുന്നതാണ് നമ്മുടെ എക്യൂട്ട് ആംഗിൾ എക്സ്. അതെന്തായിരിക്കും വരിക? ഈ എക്സ് അല്ല, ഈ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ക്വാഡ്രൻറ്റിലും ഫോർത്ത് ക്വാഡ്രൻറ്റിലും എത്തുമ്പോഴുള്ള എക്സ് ആണ്. അപ്പോൾ tan x ഈസ് ഈക്വൽ ടു 1/√3 എന്ന് പറഞ്ഞാൽ അത് π/6 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരണമെങ്കിൽ ആംഗിൾ എങ്ങനെ കൊടുക്കണം? π മൈനസ് π/6. ഫോർത്ത് ക്വാഡ്രൻറ്റ് കൊടുക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? 2π മൈനസ് എക്സ്, അതായത് 2π മൈനസ് π/6. സിംപ്ലിഫൈ ചെയ്താൽ 6π മൈനസ് π, ദാറ്റ് ഈസ് 5π/6. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും 12π മൈനസ് π, 11π/6. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, tan x ഈസ് ഈക്വൽ ടു √3. ഇവിടെ tan x പോസിറ്റീവാണ്. അപ്പോൾ ഏതൊക്കെ ക്വാഡ്രൻറ്റിലാണ്? ഫസ്റ്റിലും തേർഡിലും. ഓക്കെ, ഇനി tan x ഈസ് ഈക്വൽ ടു √3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി അല്ലെങ്കിൽ π/3. അപ്പോൾ എന്തൊക്കെയാണ് ആൻസർ വരിക? x ഈസ് ഈക്വൽ ടു π/3. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് റെഡിയായി. ഇനി തേർഡ് ക്വാഡ്രൻറ്റിൽ എത്തണമെങ്കിൽ π പ്ലസ് π/3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3π പ്ലസ് π, ദാറ്റ് ഈസ് 4π/3. അപ്പോൾ π/3യും 4π/3 ആണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ സൊല്യൂഷൻസ്. sec x ഈക്വൽ ടു 2. sec x എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് എന്ത് എഴുതാം? 1/cos x അല്ലേ. അപ്പോൾ 1/cos x 2 എന്ന് പറഞ്ഞാൽ cos x ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ ഇവിടെ cos x പോസിറ്റീവാണ്. cos x പോസിറ്റീവ് എവിടെയാണ്? ഫസ്റ്റ് ക്വാഡ്രൻറ്റും ഫോർത്ത് ക്വാഡ്രൻറ്റും, ASTC ഓർത്ത് നോക്കുക. അപ്പോൾ cos x ഈസ് ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞാൽ എക്സ് എത്രയാണ്? 60 ഡിഗ്രി അല്ലെങ്കിൽ π/3. അപ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരും. അപ്പോൾ ഒരു ആൻസർ π/3 വരും. മറ്റൊന്ന് വരുന്നത് ഫോർത്ത് ക്വാഡ്രൻറ്റിൽ. അപ്പോൾ 2π മൈനസ് എക്സ് വരും, ദാറ്റ് ഈസ് 2π മൈനസ് π/3. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആൻസർ വരിക. cosec x ഈസ് ഈക്വൽ ടു -2. cosec x -2 എന്ന് പറഞ്ഞാൽ sin x എന്ത് വരും? -1/2 റെസിപ്രോക്കലും. അപ്പോൾ sin x ഇവിടെ നെഗറ്റീവാണ്. sin x എവിടെയൊക്കെയാണ് നെഗറ്റീവ് വരുന്നത്? തേർഡും ഫോർത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് sin x 1/2 വരുന്ന ആ എക്യൂട്ട് ആംഗിൾ ഏതാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ് വരിക? sin x ഈസ് ഈക്വൽ ടു 1/2 എന്ന് പറഞ്ഞാൽ x ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി അല്ലെങ്കിൽ π/6. തേർഡ് ക്വാഡ്രൻറ്റിൽ വരണമെങ്കിൽ π പ്ലസ് π/6. ഫോർത്ത് ക്വാഡ്രൻറ്റിലാണെങ്കിൽ 2π മൈനസ് π/6. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 6π പ്ലസ് π, ദാറ്റ് ഈസ് 7π/6 വരും.
ഇവിടെയാണെങ്കിൽ 11 പൈ ഡിവൈഡഡ് ബൈ 6, അതായത് 12 പൈ മൈനസ് പൈ 11 പൈ ബൈ 6 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ്. ജനറൽ സൊല്യൂഷൻ തരണമെന്നില്ല, ഫൈൻഡ് ദ സൊല്യൂഷൻസ് എന്നാണെങ്കിലും നിങ്ങൾ ജനറൽ സൊല്യൂഷനാണ് കാണേണ്ടത്. പ്രിൻസിപ്പൽ സൊല്യൂഷൻ ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്താണെന്ന് തന്നെ ചോദിക്കും. അല്ലാത്ത കേസിൽ ജനറൽ സൊല്യൂഷനാണ് കാണേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സൈൻ എക്സ് ഈസ് ഇക്വൽ ടു -√3/2. അപ്പോൾ ഇവിടെ സൈൻ എക്സ് എന്താണ്? സൈൻ എക്സ് ഈസ് നെഗറ്റീവ്. ദറ്റ് മീൻസ് എക്സ് ലൈസ് ഇൻ ദ തേർഡ് ക്വാഡ്രൻറ്റ് ഓർ ഫോർത്ത് ക്വാഡ്രൻറ്റ്, അതാണ് വരിക. ഓക്കെ, സൈൻ എക്സ് ഈസ് ഇക്വൽ ടു √3/2 എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് എന്ന് പറഞ്ഞാൽ എക്യൂട്ട് ആംഗിൾ എന്തായിരിക്കും വരിക? 60 ഡിഗ്രി. ഓക്കെ, അപ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിൽ വരണമെങ്കിൽ പൈ പ്ലസ് പൈ ബൈ 3 അല്ലെങ്കിൽ 2π മൈനസ് പൈ ബൈ 3. നമുക്കിതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്കിത് സൈൻ എക്സ് ഈക്വൽ ടു 0യുടെ കേസല്ല, ഇത് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ വൈയുടെ കേസാണ്. അപ്പോൾ നമ്മൾ ആദ്യം സൈൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ വൈ ഫോമിലേക്ക് റീഅറേഞ്ച് ചെയ്യാണ് വേണ്ടത്. ഇതിൽ ഏത് വേണമെങ്കിലും എടുക്കാം. ഫസ്റ്റ് പൈ പ്ലസ് പൈ ബൈ 3 എഴുതിയതുകൊണ്ട് ഞാൻ അത് എടുക്കുന്നു എന്ന് മാത്രം. ഇത് വെച്ചിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ സൈൻ എക്സ് ഈസ് ഈക്വൽ ഇത് സിംപ്ലിഫൈ ചെയ്താൽ 3π പ്ലസ് പൈ ദറ്റ് ഈസ് 4π ബൈ 3. അപ്പോൾ ഇതേത് ഫോമിലെത്തി? സൈൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ വൈ. നമ്മൾ സൈൻ എക്സ് ഈക്വൽ ടു സൈൻ വൈയുടെ കേസിൽ ജനറൽ സൊല്യൂഷൻ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? എക്സ് ഈസ് ഈക്വൽ ടു nπ പ്ലസ് -1n ഇൻറ്റു വൈ. ഇവിടെ വൈ എന്ന് പറയുന്നത് 4π ബൈ 3 ആണ്. അപ്പോൾ ഇവിടെ എക്സ് എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു nπ പ്ലസ് -1n ഇൻറ്റു വൈ. വൈ എന്ന് പറഞ്ഞാൽ 4π ബൈ 3 വെർ n ബിലോങ്സ് ടു സെറ്റ്. ഇങ്ങനെയാണ് ജനറൽ സൊല്യൂഷൻ കാണേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കോസ് എക്സ് ഈസ് ഈക്വൽ ടു 1/2. അപ്പോൾ കോസ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് പോസിറ്റീവാണ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റും ഫോർത്തും ആണ് വരിക. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എന്താണ് വരിക? പൈ ബൈ 3. അപ്പോൾ കോസ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് പൈ ബൈ 3. നിങ്ങൾക്ക് വേണമെങ്കിൽ കോസ് 2π മൈനസ് പൈ ബൈ 3 വെച്ചിട്ടും പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ കോസ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് വൈ ആണെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു 2nπ പ്ലസ് ഓർ മൈനസ് വൈ. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു 2nπ പ്ലസ് ഓർ മൈനസ് പൈ ബൈ 3 വെർ n ബിലോങ്സ് ടു സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. കോട്ട് എക്സ് ഈസ് ഈക്വൽ ടു -√3. അപ്പോൾ ടാൻ എക്സ് എന്ത് വരും? ടാൻ എക്സ് ഈസ് ഈക്വൽ ടു -1/√3. അപ്പം നമുക്ക് വേണ്ടത് ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ടാൻ വൈ ഫോമിലാണ് എഴുതേണ്ടത്. നമുക്കറിയാം ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ സൈനും റെസിപ്രോക്കലും മാത്രമാണ് പോസിറ്റീവ്. അപ്പോൾ ഞാൻ ഈ ആംഗിളിന് എവിടെ കൊടുക്കണം? നമുക്ക് സെക്കൻഡ് ക്വാഡ്രൻറ്റ് കൊടുക്കാം. അപ്പോൾ ടാൻ എക്സ് 1/√3 വരുന്നത് എവിടെയാണ്? 30 ഡിഗ്രി അല്ലെങ്കിൽ പൈ ബൈ 6. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റ് കിട്ടണമെങ്കിൽ പൈ മൈനസ് പൈ ബൈ 6 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 6π മൈനസ് പൈ ദാറ്റ് ഈസ് 5π ബൈ 6. അപ്പോൾ നമുക്കിവിടെ ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ടാൻ 5π ബൈ 6 എന്ന് കിട്ടും. അപ്പോൾ ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ടാൻ വൈ ഫോമായി. സൊല്യൂഷൻ എക്സ് ഈസ് ഈക്വൽ ടു nπ പ്ലസ് വൈ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു nπ പ്ലസ് വൈ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 5π ബൈ 6. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സോൾവ് ടാൻ 2x ഈസ് ഈക്വൽ ടു മൈനസ് കോട്ട് എക്സ് പ്ലസ് 5/3. അപ്പോൾ നമുക്കാണെങ്കിൽ സൊല്യൂഷൻ കാണാൻ ഒന്നുകിൽ ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ടാൻ വൈ അല്ലെങ്കിൽ ടാൻ എക്സ് ഈക്വൽ ടു 0. ആ രണ്ട് ഫോമാണ് അറിയാവുന്നത്. അപ്പോൾ നമ്മൾ ഈ കോട്ടിനെ ഏതിലേക്ക് മാറ്റണം? ഇൻ ടേംസ് ഓഫ് ടാനിൽ. അപ്പോൾ നമ്മൾ നേരത്തെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ടാൻ π/2 മൈനസ് എക്സ് എന്താണ്? π/2 എന്ന് പറഞ്ഞാൽ ഓഡ് മൾട്ടിപ്പിളാണ്. അപ്പോൾ ടാൻ എന്താവും? അതിൻ്റെ കോഫങ്ഷൻ ആവും. അപ്പോൾ കോട്ടെക്സ് വരും. π/2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രൻ്റാണ്. എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും പോസിറ്റീവ് ആയതുകൊണ്ട് ടാൻ π/2 മൈനസ് എക്സ് കോട്ടെക്സ് കിട്ടും. ഓക്കെ, ഇനി ടാൻ π/2 പ്ലസ് എക്സ് ആണെങ്കിൽ നമ്മൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലെത്തും. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ടാനിൻ്റെ സൈൻ എന്താണ്? മൈനസ്. അതുകൊണ്ട് ഇവിടെ മൈനസ് വരും. π/2 എന്ന് പറഞ്ഞാൽ ഓഡ് മൾട്ടിപ്ലൈ ആയതുകൊണ്ട് ടാൻ എന്താവും? കോട്ടാവും. അപ്പോൾ ഈ റിസൾട്ടൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടതാണ്. ടാൻ π/2 പ്ലസ് എക്സ് നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് കോട്ടെക്സ്. അപ്പോൾ ഇവിടെ വരുന്ന ഈ മൈനസ് കോട്ടെക്സിനെ ഞാൻ ഈ ഇക്വേഷൻ വെച്ച് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? ടാൻ π/2 പ്ലസ് ഇവിടെ വരുന്ന എക്സിന് പകരം ഇവിടെ എക്സ് പ്ലസ് π/3. അതുകൊണ്ടാണ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ മൈനസ് കോട്ടെക്സ് ഈസ് ഈക്വൽ ടു ടാൻ π/2 പ്ലസ് എക്സ് എന്നുള്ള ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്തു. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ π/2ഉം π/3യും ആഡ് ചെയ്യാം. സോ എക്സ് പ്ലസ് π/2 പ്ലസ് π/3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ 3π പ്ലസ് 2π 5π ബൈ 6 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ടാൻ വൈ ഫോമായി. So the answer is 2x is equal to nπ plus y. That is nπ plus y ക്ക് ഇക്വലൻ്റ് ആയിട്ട് ഇവിടെ എന്താണുള്ളത്? x plus 5π by 6.
ഈ വരുന്ന എക്സിനെ നമുക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോയാൽ 2x മൈനസ് എക്സ്, ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു എൻ പൈ പ്ലസ് 5π/6 n ബിലോങ്സ് ടു സെറ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോൾവ് സൈൻ 2x മൈനസ് സൈൻ 4x പ്ലസ് സൈൻ 6x ഈക്വൽ ടു 0. ഇതിനിപ്പോൾ റീഅറേഞ്ച് ചെയ്തില്ല എങ്കിൽ നമുക്ക് ആംഗിൾ വരിക 2x പ്ലസ് 4x ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 3x ആണ് വരിക. 2x മൈനസ് 4x ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ മൈനസ് 2x/2 വന്നിട്ട് മൈനസ് x ആണ് വരിക. ഇവിടെ സൈൻ 6x കോമൺ ആയിട്ടുള്ള ഒന്നും ഇവിടെ കിട്ടില്ല. പിന്നെ നമ്മൾ സൈൻ 2xനെ 2 sin x cos x അങ്ങനെ വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. അതൊഴിവാക്കാൻ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ഈ വലിയൊരു ആംഗിൾ വരുന്നത് സൈൻ 6x ആണല്ലോ, അതിന് ഞാൻ ഫസ്റ്റിലെടുക്കുകയാണ്. അപ്പോൾ സൈൻ 6x പ്ലസ് സൈൻ 2x മൈനസ് സൈൻ 4x ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക് സൈൻ സി പ്ലസ് സൈൻ ഡിയുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മൈൻഡിൽ ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 6x പ്ലസ് 2x ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 8x/2 4x കിട്ടും. എന്നുണ്ടാവും ഇവിടെ സൈൻ 4x ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ സൈൻ സി പ്ലസ് സൈൻ ഡിയുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വരിക 2 sin c പ്ലസ് d/2 ഇൻറ്റു കോസ് c മൈനസ് d/2. അപ്പോൾ 2 sin 6x പ്ലസ് 2x ഡിവൈഡ് ബൈ 2 ഇൻറ്റു കോസ് 6x മൈനസ് 2x ഡിവൈഡഡ് ബൈ 2 മൈനസ് സൈൻ 4x ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 2 sin 4x 6x പ്ലസ് 2x/2 എന്ന് പറഞ്ഞാൽ 8x/2 ദാറ്റ് ഈസ് 4x ഇൻറ്റു cos 6x minus 2x എന്ന് പറഞ്ഞാൽ 4x/2 that is 2x minus sin 4x equal to 0. അപ്പോൾ നമുക്ക് ഈ രണ്ട് കേസിലും sin 4x കോമൺ ആയിട്ട് കിട്ടും. ഔട്ട്സൈഡിലെടുത്താൽ sin 4x ഇൻറ്റു 2 cos 2x minus 1 equal to 0. അപ്പോൾ ഇത് പ്രോഡക്റ്റ് 0 ആയതുകൊണ്ട് രണ്ട് ടേം ഇല്ല, ഏത് 0 ആയാലും 0 ആവും അല്ലേ. അപ്പോൾ സൈൻ 4x ഈക്വൽ ടു 0 ഓർ 2 cos 2x മൈനസ് 1 ഈക്വൽ ടു 0. സൈൻ 4x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ നമുക്കറിയാം 4x ഈസ് ഈക്വൽ ടു n പൈ. ഇവിടെ 2 cos 2x ഈസ് ഈക്വൽ ടു 1 വരും. അപ്പോൾ cos 2x ഈസ് ഈക്വൽ ടു 1/2. cos 2x 1/2 1/2 എന്ന് പറയുന്നത് എപ്പോഴായിരുന്നു കിട്ടുന്നത്? 60 ഡിഗ്രി അല്ലേ, അല്ലെങ്കിൽ π/3. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു cos π/3. അപ്പോൾ ഇവിടെ നമുക്ക് cos x ഈസ് ഈക്വൽ ടു cos π കിട്ടി. ജനറൽ സൊല്യൂഷൻ എന്തായിരുന്നു? x ഈസ് ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് y. ഇവിടെ എക്സിന് ഇക്വലൻ്റ് ആയിട്ട് 2x ആണുള്ളത്. 2n പൈ പ്ലസ് ഓർ മൈനസ് വൈക്ക് ഇക്വലൻ്റ് ആയിട്ട് π/3. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് x കിട്ടും. 4x ആണ് n പൈ, സോ x ഈസ് ഈക്വൽ ടു n പൈ ഡിവൈഡഡ് ബൈ 4. ഇവിടെ 2x ആണ്, സോ x ഈസ് ഈക്വൽ ടു 2 കൊണ്ട് എല്ലാവരും ക്യാൻസൽ ചെയ്താൽ n പൈ പ്ലസ് ഓർ മൈനസ് π/6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് 2 cos സ്ക്വയർ x പ്ലസ് 3 sin x ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിവിടെ 2 ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് നമുക്കറിയാം 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 3 sin x ഈക്വൽ ടു 0. കംപ്ലീറ്റ് സൈനിലേക്ക് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2 മൈനസ് 2 sin സ്ക്വയർ എക്സ് പ്ലസ് 3 sin x ഈക്വൽ ടു 0. 2 sin സ്ക്വയർ എക്സ് മൈനസ് 3 sin x മൈനസ് 2 ഈക്വൽ ടു 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് അല്ലേ. ഇവിടെ സൈൻ നമ്മുടെ എക്സ് വൈ എന്നൊക്കെ പറയുന്നതിന് പകരം ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. വേണമെങ്കിൽ നമുക്കിവിടെ സൈൻ എക്സിനൊരു വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? 2y² മൈനസ് 3y മൈനസ് 2 ഈക്വൽ ടു 0. ഇനി നിങ്ങൾ ഇതിനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്യാം. ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ഇവിടെ 2y പ്ലസ് 1 ഇൻറ്റു y മൈനസ് 2 ഈക്വൽ ടു 0 വരും അല്ലേ. 2y ഇൻറ്റു y 2y². ഇവിടെ മൈനസ് 4y പ്ലസ് y ദാറ്റ് ഈസ് മൈനസ് 3y. 1 ഇൻറ്റു മൈനസ് 2 മൈനസ് 2 ഈക്വൽ ടു 0. ബുദ്ധിമുട്ടുള്ളവർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 2y പ്ലസ് 1 ഈക്വൽ ടു 0 ആവാം, അല്ലെങ്കിൽ y മൈനസ് 2 ഈക്വൽ ടു 0. 2y ഈസ് ഈക്വൽ ടു മൈനസ് 1 വരും, ഓർ y ഈസ് ഈക്വൽ ടു മൈനസ് 1/2. ഇവിടെ y ഈക്വൽ ടു 2. നമുക്കറിയാം മാക്സിമം വാല്യൂ ഓഫ് സൈൻ എക്സ് എത്രയാണ്? 1 ആണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ ഒരേ ഒരു കേസേ ഇവിടെയുള്ളൂ. സൈൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 1/2. അപ്പോൾ സൈൻ എക്സ് നെഗറ്റീവ് വരുന്നത് തേർഡും ഫോർത്തും ആണ്. അപ്പോൾ തേർഡ് ക്വാഡ്രൻ്റ് എടുക്കാൻ നമുക്കിവിടെ ഫോർത്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു 1/2 വരുന്നത് എപ്പോഴാണ്? 30 ഡിഗ്രി അല്ലെങ്കിൽ π/6. അപ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിൽ വരണമെങ്കിൽ π പ്ലസ് π/6. സിംപ്ലിഫൈ ചെയ്താൽ 6π പ്ലസ് π ദാറ്റ് ഈസ് 7π/6. അപ്പോൾ നമുക്കിവിടെ കിട്ടുക സൈൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ 7π/6. ജനറൽ സൊല്യൂഷൻ എന്തായിരുന്നു? എക്സ് ഈസ് ഈക്വൽ ടു n പൈ പ്ലസ് മൈനസ് 1/n ഇൻറ്റു വൈ. വൈ എന്ന് പറയുന്നത് ഇവിടെ 7π/6. അങ്ങനെ നമുക്ക് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് സൈൻ 2x പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു 0. സൈൻ 2x എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വരേണ്ട ഇക്വേഷനാണ് 2 sin x കോസ് എക്സ് എന്നുള്ളത്. അപ്പോൾ പ്ലസ് കോസ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നോക്കൂ, ഇവിടെ കോസ് എക്സ് കോമൺ ആയിട്ട് കിട്ടും.
സോ കോസ് എക്സ് ഇൻറ്റു 2 സൈൻ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. നമുക്ക് പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് കിട്ടിക്കഴിഞ്ഞു. സോ കോസ് എക്സ് 0 ആവാം, 2 സൈൻ എക്സ് പ്ലസ് 1 0 ആവാം. കോസ് എക്സ് 0 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ജനറൽ സൊല്യൂഷൻ എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ബൈ 2, അതായത് 2n പ്ലസ് 1 ഇൻറ്റു പൈ ബൈ 2. ഇവിടെ 2 സൈൻ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് മൈനസ് 1 വരും, അല്ലെങ്കിൽ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 1/2. തൊട്ട് മുമ്പിൽ ഡിസ്കസ് ചെയ്തതാണ് നമ്മളല്ല. തേർഡ് ക്വാഡ്രൻറ്റിൽ വരും. അപ്പോൾ പൈ പ്ലസ് പൈ ബൈ 6 കൊടുക്കണം. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എക്സ് ഈസ് ഈക്വൽ ടു n പൈ പ്ലസ് മൈനസ് 1/n ഇൻറ്റു വൈ. വൈ എന്ന് പറഞ്ഞാൽ പൈ പ്ലസ് പൈ ബൈ 6 ആണ്. 6 പൈ പ്ലസ് പൈ, ദാറ്റ് ഈസ് 7 പൈ ബൈ 6. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോൾവ് സീക്ക് സ്ക്വയർ 2x ഈസ് ഈക്വൽ ടു 1 മൈനസ് ടാൻ 2x. അപ്പോൾ ഞാൻ ഇതിനെ കംപ്ലീറ്റ് ഇൻ ടേംസ് ഓഫ് ടാനിലേക്ക് കൊണ്ടുപോവാണ്. നമ്മൾ നേരത്തെ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അതിൻ്റെ അകത്ത് സീക്ക് സ്ക്വയർ എക്സ് എന്ത് കിട്ടും? 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. അപ്പോൾ സീക്ക് സ്ക്വയർ 2x എന്ത് വരും? 1 പ്ലസ് ടാൻ സ്ക്വയർ 2x, വിച്ച് ഇസ് ഈക്വൽ ടു 1 മൈനസ് ടാൻ 2x. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും 1 കാണാൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി റൈറ്റ് സൈഡിൽ വരുന്ന ടേം ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ ടാൻ സ്ക്വയർ 2x പ്ലസ് ടാൻ 2x ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ടാൻ 2x കോമൺ ആണ്. ഔട്ട് സൈഡിൽ എടുത്താൽ ടാൻ 2x ഇൻറ്റു ടാൻ 2x പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ടാൻ 2x 0 ആവാം, ഓർ ടാൻ 2x പ്ലസ് 1 ഈക്വൽ ടു 0. ഇത് ജനറൽ കേസാണ് അല്ലേ. ടാൻ 2x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 2x ഈസ് ഈക്വൽ ടു n പൈ. ഇനി ഇവിടെ ടാൻ 2x പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ടാൻ 2x ഈസ് ഈക്വൽ ടു മൈനസ് 1, ഓർ ടാൻ 2x ഈസ് ഈക്വൽ ടു മൈനസ് 1 എപ്പോഴാണ്? 1 എപ്പോഴാണ് വരുന്നത്? പൈ ബൈ 4. അപ്പോൾ നമുക്കറിയാം ടാൻ ഇവിടെ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ നെഗറ്റീവാണ്. അപ്പോൾ പൈ മൈനസ് പൈ ബൈ 4 കൊടുക്കാം. പൈ മൈനസ് പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ 4 പൈ മൈനസ് പൈ, 3 പൈ ബൈ 4 വരും അല്ലേ. അപ്പോൾ നമുക്കിവിടെ കിട്ടുക ടാൻ 2x ഈസ് ഈക്വൽ ടു ടാൻ 3 പൈ ബൈ 4. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്ത് വരും? ജനറൽ സൊല്യൂഷൻ വരിക എക്സ് ഈസ് ഈക്വൽ ടു n പൈ പ്ലസ് വൈ ആണ്. എക്സിന് ഈക്വലൻ്റ് ആയിട്ട് ഇവിടെ 2x ആണുള്ളത്. സോ 2x ഈസ് ഈക്വൽ ടു n പൈ പ്ലസ് വൈ. വൈ എന്തായിരുന്നു? 3 പൈ മൈനസ് പൈ ബൈ 4, ദാറ്റ് ഈസ് 3 പൈ ബൈ 4. നമുക്ക് എക്സ് ആണ് വേണ്ടത്. അപ്പോൾ എക്സ് എന്ത് വരും ഇവിടെ? ഈ കേസിൽ 2x ഈക്വൽ ടു n പൈ എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു n പൈ ബൈ 2. സെക്കൻഡ് കേസ് ഇതാണ്. ഇവിടുന്ന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് ഈസ് ഈക്വൽ ടു n പൈ ബൈ 2 പ്ലസ് 3 പൈ ബൈ 8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സൈൻ എക്സ് പ്ലസ് സൈൻ 3x പ്ലസ് സൈൻ 5x ഈക്വൽ ടു 0. നേരത്തെ പോലെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. സൈൻ 5x ഞാൻ വലിയ ആംഗിൾ എന്നുള്ള നിലക്കൊന്ന് ഫസ്റ്റിലേക്ക് മാറ്റുകയാണ്. സോ സൈൻ 5x പ്ലസ് സൈൻ എക്സ് പ്ലസ് സൈൻ 3x ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക് സൈൻ സി പ്ലസ് സൈൻ ഡിയുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ 2 സൈൻ സി പ്ലസ് ഡി ബൈ 2 ഇൻറ്റു കോസ് സി മൈനസ് ഡി ബൈ 2. അപ്പോൾ 2 സൈൻ 5x പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 2 ഇൻറ്റു കോസ് 5x മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് സൈൻ 3x ഈക്വൽ ടു 0. അതായത് 2 സൈൻ 3x കോസ് 2x പ്ലസ് സൈൻ 3x ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ സൈൻ 3x കോമൺ ആയിട്ട് കിട്ടും. ഔട്ട് സൈഡിൽ എടുത്താൽ സൈൻ 3x ഇൻറ്റു 2 കോസ് 2x പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ രണ്ട് കേസ് വരും. സൈൻ 3x 0 ആവാം, അല്ലെങ്കിൽ 2 കോസ് 2x പ്ലസ് 1 ഈക്വൽ ടു 0. 2 കോസ് 2x പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 2 കോസ് 2x ഈസ് ഈക്വൽ ടു മൈനസ് 1, ഓർ കോസ് 2x ഈസ് ഈക്വൽ ടു മൈനസ് 1/2. അപ്പോൾ ഫസ്റ്റിൽ എല്ലാ ഫംഗ്ഷൻസും പോസിറ്റീവാണ്. സെക്കൻഡിൽ കോസ് നെഗറ്റീവാണ്. ഇനി കോസ് 2x 1/2 വരുന്നത്, അല്ലെങ്കിൽ കോസ് എക്സ് 1/2 വരുന്നത് എപ്പോഴായിരുന്നു? പൈ ബൈ 3യിലാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റ് കിട്ടണമെങ്കിൽ പൈ മൈനസ് പൈ ബൈ 3. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3 പൈ മൈനസ് പൈ, ദാറ്റ് ഈസ് 2 പൈ ബൈ 3. ഓക്കെ. അപ്പോൾ സൈൻ 3x ഈക്വൽ ടു 0 എന്നാൽ 3x ഈസ് ഈക്വൽ ടു n പൈ. ഇവിടെ കോസ് എക്സ് ഈസ് ഈക്വൽ ടു കോസ് 2 പൈ ബൈ 3 വരും. സോ ദ ആൻസർ ഈസ് 2x ഈസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, എക്സ് ഈസ് ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് y ആണ്. എക്സിന് ഈക്വലൻ്റ് ആയിട്ട് ഇവിടെ 2x ആണുള്ളത്. സോ 2x ഈസ് ഈക്വൽ ടു 2n പൈ പ്ലസ് ഓർ മൈനസ് y. y എന്ന് പറയുന്നത് എന്താണ്? 2 പൈ ബൈ 3. അപ്പോൾ ഇവിടെ എക്സ് വരിക n പൈ ബൈ 3, ഓർ എക്സ് ഈസ് ഈക്വൽ ടു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും n പൈ പ്ലസ് ഓർ മൈനസ് പൈ ബൈ 3, വേർ n ബിലോങ്സ് ടു സെറ്റ്. നന്നായിട്ട് ഇക്വേഷൻസ് പഠിച്ചെങ്കിൽ മാത്രമേ ഈ ടൈപ്പ് പ്രോബ്ലംസ്